ലളിതാ സഹസ്രനാമ വീഡിയോ പരമ്പരയുടെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ നാമങ്ങളെല്ലാം ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ ശരീരവർണ്ണനയായിരുന്നു. ചിതഗ്നികുണ്ഡത്തിൽ നിന്ന് ആവിർഭവിച്ച ദേവിയുടെ പൊതുവെയുള്ള സ്വരൂപം എങ്ങനെയെന്നും ദേവിയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ഇരിപ്പിടം എവിടെയാണെന്നും നമുക്ക് നോക്കാം. 21 ശ്ലോകം. സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ. സർവാരുണ, എല്ലാം ചുവപ്പ് നിറമായവൾ എന്നർത്ഥം. സ്ഥൂലരൂപ വിശേഷണങ്ങളിൽ നമുക്ക് ദേവിയുടെ വസ്ത്രം, ഹാരം, ആഭരണം എന്നിവയെല്ലാം ചുവപ്പാണ് എന്ന് കാണാം. ബ്രഹ്മാണ്ടത്തിനെ മുഴുവൻ ദേവിയുടെ ചുവപ്പ് ശോഭ കൊണ്ട് മൂടുന്നതായി പറഞ്ഞിരിക്കുന്നു. രജോ ഗുണത്തിൻ്റെ അടിസ്ഥാന നിറം ചുവപ്പായിട്ടാണ് പറയുന്നത്. ദേവിയുടെ ചുവപ്പ് നിറം തൻ്റെ രജോ ഗുണത്തെ കാണിക്കുന്നു. അനവദ്യാംഗി, അനവദ്യ എന്നാൽ തെറ്റുകളും കോട്ടങ്ങളും ഇല്ലാത്തത് എന്നർത്ഥം. അംഗം എന്നാൽ അവയവം എന്നുമർത്ഥം. ദേവി ഒരു കോട്ടവും ഇല്ലാത്ത വന്ധ്യമായ അവയവങ്ങളോട് കൂടിയവളാണ് എന്ന് ഈ നാമം കാണിക്കുന്നു. സർവാഭരണഭൂഷിത, എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നവൾ എന്നർത്ഥം. ചൂടാരത്നം, അതായത് ചൂടാമണി, രത്നം പതിച്ച താമരയുടെ ആകൃതിയിലുള്ള മുടിയിൽ കെട്ടുന്ന ഒരു വസ്തു മുതൽ പാദാങ്കുലീയം അടക്കം എല്ലാവിധ ആഭരണങ്ങളും അണിഞ്ഞവളാണ് ദേവി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതുവരെ ദേവിയുടെ സ്ഥൂല ശരീരമാണ് വർണ്ണിച്ചതെങ്കിൽ ഇനി ദേവിയുടെ ഇരിപ്പിടത്തെ വർണ്ണിക്കുന്നു. ശിവകാമേശ്വര അംഗസ്ഥ, ശിവനായ കാമേശ്വരൻ്റെ മടിയിൽ ഇരിക്കുന്നവൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദേവിയുടെ ഇരിപ്പിടം കാമേശ്വരൻ്റെ, അതായത് ശിവൻ്റെ ഇടത്തെ തുടയിൽ ആണ് എന്ന് ഈ നാമം പറയുന്നു. ശിവ, ശിവ എന്നാൽ മംഗളസ്വരൂപിണി എന്നർത്ഥം. ശിവ എന്ന ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാം തന്നെ ശിവ എന്ന ശബ്ദത്തിനുമുണ്ടത്രേ. അതുകൊണ്ട് തന്നെ ശിവനും ശക്തിക്കും ശിവ, വ്യത്യാസമൊന്നുമില്ല എന്ന് കാണിക്കുന്നു. എല്ലാവർക്കും മംഗളം ചെയ്യുന്നവളാരോ അവൾ ശിവ. എല്ലാത്തിൻ്റെയും ആധാരമായവൾ, എല്ലാ ഗുണങ്ങളുമുള്ളവൾ, എല്ലാത്തിനെയും ശാന്തമാക്കുന്നവൾ എന്നും ശിവ എന്ന നാമത്തിന് അർത്ഥമുണ്ട്. സ്വാധീനവല്ലഭ, സ്നേഹമയനായ ഭർത്താവ് സ്വാധീനമായവൾ എന്നാണ് ഇതിനർത്ഥം പറയുന്നത്. ശിവനും ശക്തിയും പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന ശക്തികളാണെന്ന് നമുക്കറിയാം. മഹാദേവനായ ശിവനും ശക്തി, അതായത് ദേവി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനാവില്ല എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം സ്വാധീനിച്ചു നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കാം. 22 ശ്ലോകം. സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണിഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. സുമേരുമധ്യശൃംഗസ്ഥ, സുമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിലുള്ള കൊടുമുടിയിൽ ഇരിക്കുന്നവളെന്ന് പറയുന്നു. സുമേരു പർവ്വതത്തിന് ത്രികോണത്തിൻ്റെ പോലെ 3 മൂലകൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ആസ്ഥാനമായിട്ടുണ്ടത്രേ. ഈ ത്രികോണത്തിൻ്റെ മധ്യത്തിൽ 400 യോജന ഉയരമുള്ള ഒരു ശൃംഗമുണ്ട്. അവിടെയാണ് ദേവിയുടെ ആസ്ഥാനം എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീമൻ നഗര നായിക, ശ്രീ അതായത് മഹാലക്ഷ്മി എല്ലായ്പ്പോഴും ലസിക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്ന നഗരത്തിൻ്റെ അധിപതിയാണ് ദേവി എന്നാണ് ഈ നാമത്തിൽ പറയുന്നത്. ദുർവാസാവ് മഹർഷി രചിച്ച ലളിതാസ്തവരത്നത്തിൽ വിദ്യയുടെ നഗരമായ ശ്രീനഗരം മേരുശൃംഗത്തിലാണ് എന്ന് വിസ്തരിക്കുന്നു. ശ്രീചക്രനായിക എന്നും ഈ നാമത്തിന് അർത്ഥം വരുമത്രേ. ചിന്താമണി ഗൃഹാന്തസ്ഥ, ചിന്താമണി കൊണ്ട് നിർമ്മിച്ച ഗൃഹത്തിൽ താമസിക്കുന്നവൾ എന്നർത്ഥം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളെയെല്ലാം ഉടൻ തന്നെ നിറവേറ്റുന്ന ഒരു വിശേഷ രത്നമാണ് ചിന്താമണി. അങ്ങനെയുള്ള ചിന്താമണി കൊണ്ട് നിർമ്മിച്ച ഗൃഹത്തിലാണ് ദേവി താമസിക്കുന്നത് എന്ന് സാരം. ശ്രീപുരത്തിലുള്ള കദംബവനത്തിലെ ചിന്താമണി ഗൃഹത്തിലാണ് ദേവിയുടെ വാസം എന്നാണ് 8 ശ്ലോകത്തിൽ 21 നാമത്തിൽ പറഞ്ഞിട്ടുള്ളത്. പഞ്ചബ്രഹ്മാസനസ്ഥിത, 5 ബ്രഹ്മങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ആസനത്തിൽ, അതായത് ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവളാണ് ദേവി എന്നാണ് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈശാനൻ, തത്പുരുഷൻ, അഘോരൻ, വാമദേവൻ, സദ്യോജതൻ എന്നീ ശിവൻ്റെ 5 രൂപങ്ങളെയാണ് പഞ്ചബ്രഹ്മങ്ങളായി പറയപ്പെടുന്നത്. ഈശാനൻ സന്തോഷത്തിൻ്റെയും, അതായത് ഹാപ്പിനെസ്, തത്പുരുഷൻ വസ്തുനിഷ്ഠതയുടെയും, ഒബ്ജക്റ്റിവിറ്റി, അഘോരൻ കേവല യാഥാർത്ഥ്യത്തിൻ്റെയും, കോസ്മിക് ഇൻ്റലക്റ്റ്,
സദ്യോജതൻ ഭൂമിയെയും പ്രതിനിധാനം ചെയ്യുന്ന ശിവൻ്റെ തന്നെ 5 രൂപങ്ങൾ അല്ലെങ്കിൽ മുഖങ്ങളായി പറയപ്പെടുന്നു. ദേവിയുടെ ഈ ഇരിപ്പിടത്തിൻ്റെ കാലുകൾ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശാനൻ എന്നിവരും ഇരിക്കുന്ന പലക സദാശിവനുമാണെന്നാണ് പഞ്ചബ്രഹ്മാസനത്തെ വർണ്ണിക്കുന്നത്. 23-ാമത്തെ ശ്ലോകം. മഹാപത്മാടവീ സംസ്ഥാ കദംബവനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി. മഹാപത്മാടവി സംസ്ഥ. അടവി എന്നാൽ വനം, കാട് എന്നർത്ഥം. പത്മം എന്നാൽ താമര. ഈ നാമത്തിൻ്റെ അർത്ഥം വളരെ വലിയ താമരവനത്തിൽ ഇരിക്കുന്നവളെന്നാണ്. ശ്രീനഗരത്തിൽ, അതായത് ശ്രീപുരത്തിൽ 25 കോട്ടകളുണ്ടത്രേ. അവയിൽ 2 കോട്ടകളുടെ ഇടയിലാണ് മഹാപത്മാടവി ഉള്ളത് എന്നാണ് പറയുന്നത്. കദംബവനവാസിനി. കദംബവനത്തിൽ താമസിക്കുന്നവൾ എന്നർത്ഥം. ചിന്താമണി ഗൃഹത്തിന് ചുറ്റും രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മണിമണ്ഡപവും അതിനെ ചുറ്റി കൽപ്പകവൃക്ഷത്തിൻ്റെ ഗണത്തിൽപ്പെട്ട കദംബവനവും ഉണ്ടെന്നാണ് പറയുന്നത്. സുധാസാഗര മധ്യസ്ഥ. അമൃതസാഗരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ദേവിയെ അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി എന്ന് വിശേഷിപ്പിക്കുന്നതായി പിന്നീട് നമുക്ക് കാണാം. അങ്ങനെ ദേവിയാൽ സൃഷ്ടിക്കപ്പെട്ട അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾക്ക് അകലെയാണ് അമൃതസമുദ്രം. അതിന് നടുവിൽ രത്നദ്വീപ്. അതിൽ 25 മതിൽക്കെട്ടിനുള്ളിൽ ചിന്താമണി ഗൃഹം. ആ ഗൃഹത്തിൽ പഞ്ചബ്രഹ്മങ്ങളെ കൊണ്ട് നിർമ്മിച്ച മഞ്ചത്തിൽ കാമേശ്വരൻ്റെ ഇടത്ത് തുടയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് ഇതുവരെയുള്ള നാമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാമാക്ഷി. ഈ നാമത്തിനർത്ഥം അഴകുള്ള കണ്ണുകളോട് കൂടിയവൾ എന്നാണ്. കാ എന്നത് സരസ്വതി ദേവിയെയും മാ എന്നത് ലക്ഷ്മി ദേവിയാണെന്നും ത്രിപുര സുന്ദരിയുടെ കടാക്ഷമേറ്റാൽ വിദ്യയും സമ്പത്തും ഉപാസകന് ലഭ്യമാകും എന്നാണ് പറയുന്നത്. കാമദായിനി. ഇതിനർത്ഥം ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവൾ, ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നവൾ എന്നൊക്കെയാണ്. ദേവി തൻ്റെ ഭക്തന്മാർക്ക് കാമങ്ങൾ, അതായത് ആഗ്രഹങ്ങൾ എല്ലാം സാധിപ്പിക്കുന്നു. അതേസമയം ദേവി തൻ്റെ ഭക്തന്മാരിലെ കാമാസക്തിയെ നശിപ്പിച്ച് മോക്ഷപ്രാപ്തിയിലേക്കുള്ള ആദ്യപടിയായ വൈരാഗ്യവും വളർത്തുന്നു. 24-ാമത്തെ ശ്ലോകം. ദേവർഷിഗണസംഘാതസ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത. ദേവർഷിഗണസംഘാത സ്തൂയമാനാത്മവൈഭവ. ദേവന്മാർ, ഋഷിമാർ, ദേവർഷിമാർ, ഗണങ്ങൾ എന്നിവരുടെ കൂട്ടങ്ങളായി സ്തുതിക്കപ്പെടുന്ന വൈഭവത്തോടു കൂടിയവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. സംഘാത എന്നത് ഒരു നരകമാണെന്നും അങ്ങനെയുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഇവരാൽ സ്തുതിക്കപ്പെടുന്നവളെന്നും അർത്ഥമാക്കാം. ദേവന്മാരെന്നാൽ ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവർ. ഋഷികൾ വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ തുടങ്ങിയവർ. ദേവർഷികൾ സനകാദികളും നാരദനും തുടങ്ങിയവർ. ഗണങ്ങൾ എന്ന് പറയുന്നത് 12 ആദിത്യന്മാർ, 13 വൈശ്വദേവന്മാർ, 8 വസുക്കൾ, 36 തുഷീതന്മാർ, 12 സാധ്യർ, 11 രുദ്രന്മാർ, 64 ആഭാസുരന്മാർ, 49 മരുത്തുക്കൾ, 36 മഹാരാജികൾ എന്നാണ് അഗ്നിപുരാണത്തിൽ പറയുന്നതത്രേ. ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത. ഭണ്ഡാസുരനെ വധിക്കുന്നതിനു വേണ്ടി സന്നദ്ധരായിരിക്കുന്ന ശക്തിസേനയോട് കൂടിച്ചേർന്നവൾ, അഭേദ്യമായിരിക്കുന്നവൾ എന്നർത്ഥം പറയാം. ഭണ്ഡാസുര നിഗ്രഹത്തിനാണല്ലോ ഇന്ദ്രനും ദേവന്മാരും ചേർന്ന് യജ്ഞം നടത്തിയതും ആ യജ്ഞകുണ്ടത്തിൽ നിന്ന് ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ദേവി പൊന്തി വന്നതും. 25-ാമത്തെ ശ്ലോകം. സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത. സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത. ദേവിയുടെ ആനപ്പടയെ നിയന്ത്രിക്കുന്നത് സമ്പൽക്കരി എന്ന ദേവീ ചൈതന്യമാണത്രേ. ആ സമ്പൽക്കരി എന്ന ദേവിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ആനപ്പടയാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. സമ്പൽക്കരി ശക്തി ദേവിയുടെ അങ്കുശത്തിൽ നിന്ന് ആവിർഭവിച്ചു, ഉണ്ടായി എന്നാണ് പറയുന്നത്. അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടിഭിരാവൃത. ആവൃത എന്നാൽ ചുറ്റപ്പെട്ടവൾ, ആവരണം ചെയ്യപ്പെട്ടത് എന്ന് പറയാം. അശ്വം എന്നാൽ കുതിര. ഈ നാമത്തിൻ്റെ അർത്ഥം അശ്വങ്ങളുടെ മേധാവിയാക്കപ്പെട്ട കുതിരയുടെ പുറത്തിരിക്കുന്ന, അതായത് അശ്വാരൂഢ ദേവിയുടെ അധീനതയിലുള്ള കോടിക്കണക്കിന് കുതിരകളാൽ ചുറ്റപ്പെട്ടവൾ എന്നാണ്.
ഇപ്പോൾ നമ്മൾ 21 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി ദേവിയുടെ 49 മുതൽ 67 വരെയുള്ള നാമങ്ങളും അവയുടെ അർത്ഥവും മനസ്സിലാക്കി. നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒന്ന് ചെല്ലാം. സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണിഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷിഗണസംഘാതസ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത. അടുത്ത വീഡിയോയിൽ ദേവിയുടെ കൂടുതൽ നാമങ്ങളും അവയുടെ അർത്ഥവും മനസ്സിലാക്കാൻ ശ്രമിക്കാം.